പൊന്നിയിൻ സെൽവൻ 10-ാം അധ്യായം. കുടന്തക്കണിയാൻ. കുടകനാട്ടിൽ പിറന്നു വളർന്ന പൊന്നി നദി പാവാടപ്പരുവം കടന്ന് തൻ്റെ സമുദ്രരാജിനെ സമീപിക്കാൻ വെമ്പുന്നു. കാടും മേടും കടന്ന് പാറയും ആഴവും താണ്ടി അത് പാഞ്ഞു ചെല്ലുന്നു. സമുദ്രരാജനോടെടുക്കുമ്പോൾ താൻ തൻ്റെ നായകനെ കാണാൻ പോകുന്നു എന്ന കൗതുകത്താൽ അവളുടെ ഉള്ളമുഴറി രൂപം വളർന്ന് പിന്നെ കുറച്ചു ദൂരം ചെന്ന് കാമുകനെ കെട്ടിപ്പിടിക്കാൻ 2 കൈകളുണ്ടായി അവയെ വിടർത്തി കുതിച്ചു പാഞ്ഞു. എന്നാൽ ഉള്ളത്തിൽ പൊങ്ങിയ ആവേശത്തെ പ്രകടിപ്പിക്കാൻ 2 കൈകൾ പോരാ എന്ന് തോന്നി. അവളുടെ ആശക്കരങ്ങൾ 10, 20, 100 എന്നിങ്ങനെ വളർന്ന് ആവേശത്തോടെ സമുദ്രരാജനെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ കാമുകനോട് ചേരാൻ ആവേശത്തോടെ പോകുന്ന മണവാട്ടിയെ ചോഴനാട്ട് പോറ്റമ്മമാർ എന്തൊക്കെ അലങ്കാരങ്ങൾ, വർണ്ണപുഷ്പങ്ങൾ എങ്ങനെയെല്ലാം ചൂടിച്ചു. എவ்விധം പരിമളദ്രവങ്ങൾ തൂകി. ആഹാ! ഇരുകരയിലും വളർന്നു നിൽക്കുന്ന പുന്നമരങ്ങളും കടമ്പുമരങ്ങളും രക്തപുഷ്പങ്ങൾ വാരിച്ചൊരിഞ്ഞ അനുപമതയെ എങ്ങനെ വർണ്ണിക്കാനാണ്? ദേവന്മാരുടെ മൊഴിയും പൂമാരിയും ഇതിനൊക്കുമോ? പൊന്നി നദിയെ, നിന്നെ കണ്ട് ഏതു കന്യകമാർ അടങ്ങിയിരിക്കും? നിന്റെ മാംഗല്യ ഉടയാടകളും അലങ്കാരങ്ങളും കണ്ട് മനം പൊങ്ങാത്ത ഏതു മങ്ക ഉണ്ടാകും? കല്യാണപ്പെണ്ണിനെ നാട്ടിലെ പെണ്ണുങ്ങൾ വളയുക പതിവല്ലേ? പൊന്നി തൻ്റെ മണാളനെ തഴുകാൻ ആശയോടെ നീട്ടുന്ന പൊൻകരങ്ങളിൽ ഒന്നു മാത്രമാണ് അരച്ചിലാർ എന്ന നദി. കാവേരിക്ക് തെക്കേ ഭാഗത്ത് വളരെ അടുത്തുകൂടി അരച്ചിലാറ് അല്ലെങ്കിൽ അഴകിയ നദി ഒഴുകുന്നു. അങ്ങനെ ഒരു നദി അവിടെയുള്ളത് അകലെ നിന്ന് വരുന്നവർക്ക് പറഞ്ഞാലേ അറിയൂ. ഇരുഭാഗത്തും വളർന്നു നിൽക്കുന്ന മരങ്ങൾ മനോഹരമായി ആ നദിയെ മറയ്ക്കുന്നു. പിറന്ന നാൾ മുതൽ അന്തഃപുരത്തിൽ കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അത് വിട്ട് പുറത്തു വരുന്ന എട്ടും പൊട്ടും തിരിയാത്തൊരു രാജകുമാരി എന്ന് അരച്ചിലാറിനെ പറയാം. ആ കന്യനദിക്ക് ഈ ലോകത്ത് ഉപമയേയില്ല. ശരി, അന്തഃപുരക്കാര്യത്തെ മറന്ന് വായനക്കാർ അരച്ചിലാറ്റിൻ്റെ കരയിലേക്ക് വന്നാലും വളർന്ന മരങ്ങൾക്കിടയിൽ കൂടി കയറി വരും. അടടാ, ഇതെന്തു മനോഹരമായ കാഴ്ച! ഭംഗിയെ ഭംഗിപ്പെടുത്തുന്നത് പോലെയും അമൃതിൽ മധുരം കലർത്തുന്നതും പോലെയല്ലേ ഇത്? ചിത്രവിചിത്രമായ അരയന്ന വടിവിൽ തീർത്ത വർണ്ണത്തോണിയിൽ അമർന്നിരിക്കുന്ന ഈ വനിതാമണികൾ ആരാണ്? അവരുടെ നടുനായകമായി നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രനെ പോലെ 7 ലോകവും ഭരിക്കാൻ വന്ന റാണിയെപ്പോൾ കാന്തിമതിയായ ഈ നാരിമണി ആരാണ്? അവരുടെ അരികിൽ കയ്യിൽ വീണയുമായിരിക്കുന്ന ശാന്തസുന്ദരി ആരാണ്? മധുരസ്വരത്തിൽ ഈണങ്ങൾ പാടി നദീജലത്തിൽ ഗീതജലവും കലർത്തി നദിയിൽ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്ന ഈ ഗന്ധർവകുമാരികൾ ആരാണ്? അവരിൽ ഒരുത്തി മീനലോചനി, ഒപ്പമുള്ളവർ ഒരുത്തി ചെന്താമരമുഖി, മറ്റവൾ താമരക്കണ്ണി. ആഹാ! വീണ മീട്ടുന്നവളുണ്ടല്ലോ, അവളുടെ നീലത്താമരയിൽ പോലുള്ള വിരലുകൾ വീണക്കമ്പികൾ അങ്ങുമിങ്ങും സഞ്ചരിക്കുമ്പോൾ ആ മനോഹാരിത കണ്ടുകൊണ്ടേയിരിക്കാം. അവരുടെ രാഗാലാപവും ഗീതങ്ങളുടെ മാധുര്യവും എങ്ങനെ വർണ്ണിക്കാം? അത് കേൾക്കാനല്ലേ ആ നദിയിലെ വെള്ളം കൂടി അതിൻ്റെ ഒച്ച നിർത്തിവെച്ചിരിക്കുന്നത്? നദിക്കരമരങ്ങളിൽ വാഴുന്ന കിളികളും കുയിലുകളും കൂടി വായ തുറക്കാതെ മൗനത്തിൽ ആഴ്ന്നിരിക്കുന്നത്. മനുഷ്യനായി പിറന്ന ചെവിയുള്ളവർ ആ മനോഹര ഗീതങ്ങൾ കേട്ട് പരവശരാവുന്നതിൽ എന്താ ആശ്ചര്യം? ഓടത്തിൽ ഒഴുകി വരുന്ന ആ പെണ്ണുങ്ങൾ എന്താണ് പാടുന്നതെന്ന് കേട്ടു നോക്കാം. വണ്ടുകൾ മണ്ടും പൂങ്കാവിൽ അഴകുള്ളാടയണിഞ്ഞിട്ട് നീളക്കരിമിഴിയാടെ നീണാൾ വാഴും കാവേരി. മീനിൻ ചാട്ടം നിൻമിഴകൾ നോക്കുന്നില്ല നിൻ കണവൻ, നീട്ടിയ ചെങ്കോൽ വളയാതെ നീണാൽ വാഴുക കാവേരി. മയിലുകളോടും ചോലകളെ കണ്ട കുയിലുകൾ പാടുമ്പോൾ മന്മഥമാല്യമിളക്കങ്ങൾ അറിവൂ നമ്മുടെ കാവേരി. നിൻ പ്രിയനാമം കേട്ടിട്ട മന്മഥമാലകളാടുമ്പോൾ തിരുമുരുകൻ വേൽ തരമറിവൂ വാഴുക നമ്മുടെ കാവേരി. ഹൃദ്യമായ തമിഴ് പാട്ടുകൾ എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? അതെ, ചിലപ്പതികാരത്തിലെ വരിപ്പാട്ടുകളാണിവ. ഈ പെണ്ണുങ്ങൾ അവ പാടുമ്പോൾ മുമ്പെങ്കും കേൾക്കാത്ത സാഹിത്യ ഗുണവും മനോരഞ്ജകത്വവും ഇതിൽ വിളയാടുന്നു. ഇവർ പൊന്നി നദിയുടെ അരിമത്തൊഴികളാണത്രേ. അതുകൊണ്ടാണ് ഇത്രയും ആർജവത്തോടെ അവർ പാടുന്നത്. അടടാ, പാട്ടും അതിൻ്റെ ഭാവവും എങ്ങനെ കലർന്ന് ഇഴഞ്ഞ് കുഴഞ്ഞ് ഇവരുടെ തൊണ്ടയിൽ കൂടി മനോഹരധാരയായി പ്രവഹിക്കുന്നു. പാട്ട്, വീണാനാദം, ഗാനം, രാഗം അതൊന്നുമല്ല ഇത്. ഏതോ മായക്കല, പാടുന്നവരെയും കേൾക്കുന്നവരെയും കിറുക്ക് പിടിപ്പിക്കുന്ന മാന്ത്രിക വിദ്യ. തോണി ഒഴുകി വന്ന് മരങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന കടവിൽ ഒതുങ്ങി നിൽക്കുന്നു. 2 പെണ്ണുങ്ങളും ഇറങ്ങി. അവരിലൊരുത്തി 7 ലോകത്തിൽ റാണിയാകും വിധത്തിൽ ഗംഭീര പ്രകൃതിയുള്ളവൾ. പിന്നെയുള്ള വീണക്കമ്പികൾ വിരലുകളെ ഓടിച്ച് ഈണങ്ങളെ ഉണർത്തിയ മങ്ക.
രണ്ടുപേരും സുന്ദരികളാണെങ്കിലും ഇരുവരുടെയും സൗന്ദര്യങ്ങൾക്ക് വളരെ വ്യത്യാസമുണ്ട്. ഒരുത്തിക്ക് ചെന്താമരപ്പൂവിൻ്റെ ഗംഭീര സൗന്ദര്യം, മറ്റവൾക്ക് ആമ്പൽപ്പൂവിൻ്റെ ലളിത സൗന്ദര്യം. ഒരുത്തി പൂർണ്ണചന്ദ്രൻ, മറ്റവൾ ക്ഷീണചന്ദ്രൻ. ഒരുവൾ ആടുംമയിൽ, മറ്റവൾ പാടും കുയിൽ. ഒരുത്തി ഇന്ദ്രാണി, മറ്റവൾ മന്മഥകാമുകി. ഒരുത്തി വേഗവാഹിനിയായ ഗംഗ, മറ്റവൾ കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന കാവേരി. വായനക്കാരി ഇനിയും ആകാംക്ഷ നിർത്താതെ ഇവർ ഇരുവരും ആരൊക്കെയാണെന്ന് പറയാം. ഗംഭീര നടയുള്ള സുന്ദരി, സുന്ദരചോഴമന്നൻ്റെ ഓമനപുത്രി കുന്തവ. ചരിത്രത്തിൽ രാജരാജൻ എന്ന പുകഴ്പെറ്റ അരുൾമൊഴിവർമ്മൻ്റെ സഹോദരി. ഇളയറാണി എന്നും ഇളയ തമ്പുരാട്ടി എന്നും ജനങ്ങൾ വാഴ്ത്തുന്ന മഹാറാണി. ചോഴ രാജ്യത്തിൻ്റെ മഹോന്നതിക്ക് അടിത്തറപ്പാകിയ മഹാലക്ഷ്മി. രാജരാജൻ്റെ പുത്രൻ രാജേന്ദ്രനെ എടുത്തു വളർത്തി വീരാധിവീരനും മന്നാതിമന്നനുമാക്കിയ ധീരപ്പെൺമണി. മറ്റവൾ കുന്തവ തമ്പുരാട്ടിയുടെ ഭാഗ്യത്തിന് ഭാഗഭാക്കാകാൻ വന്ന കൊടമ്പാളൂർ സാമന്തരുടെ മകൾ. വരുംകാല ചരിത്രത്തിൽ അതുല്യമായ ഭാഗ്യത്തിന് ഉടമയാവാൻ പോകുന്നവൾ. ഇന്ന് അടക്കവും എളിമയും ശാന്തതയും ഉടലെടുത്ത പോലെയുള്ളവൾ. ഇരു യുവതികളും തോണിയിൽ നിന്ന് കരയിലേക്ക് കയറി. കുന്തവ മറ്റു തൊഴികളെ നോക്കി, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ഒരു നാഴിക നേരത്തിൽ തിരിച്ചു വരാം എന്ന് പറഞ്ഞു. ആ തൊഴികളെല്ലാവരും ദൈവത്തമിഴ്നാട്ടിലെ പ്രബല ചെറു രാജാക്കന്മാരുടെ അരമനയിൽ പിറന്നു വളർന്ന രാജകുമാരികളാണ്. കുന്തവദേവിക്ക് തോഴികളായിരിക്കുന്ന വലിയൊരു ബഹുമതിയായി കരുതി പഴയാർ അരമനയിൽ വന്നു ചേർന്നവർ. ഇപ്പോൾ തങ്ങളിൽ ഒരുത്തിയെ മാത്രം കൂട്ടിക്കൊണ്ട് കുന്തവ തമ്പുരാട്ടി കരയിലിറങ്ങി. ഉടനെ പോയി വരാമെന്ന് പറഞ്ഞത് കേട്ട് അവരുടെ കണ്ണുകളിൽ വഞ്ചനയും അസൂയയും നിഴലിച്ചു. കരയിൽ കുതിരപുട്ടിയ രഥമൊന്ന് തയ്യാറായി നിന്നിരുന്നു. വാനതി, രഥത്തിൽ കയറൂ എന്ന് കുന്തവ തന്റെ തോഴിയെ നോക്കി പറഞ്ഞു. വാനതി കയറിയതിനും പുറകെ കുന്തവയും കയറി. രഥ ഉടനെ നീങ്ങിത്തുടങ്ങി. ചേച്ചി, നമ്മൾ എവിടേക്ക് പോകുന്നു? എന്നോട് പറയില്ലേ എന്ന് വാനതി ചോദിച്ചു. എന്തുകൊണ്ട് പറയില്ല? കുടന്തക്കണിയാന്റെ വീട്ടിലേക്ക്. കണിയാന്റെ വീട്ടിലേക്ക് എന്തിനാണ് പോകുന്നത് ചേച്ചി? എന്തു ചോദിക്കാൻ? വേറെ എന്തിന്, നിന്നെപ്പറ്റി ചോദിക്കാൻ തന്നെ. ചില മാസങ്ങളായി നീ ഇങ്ങനെ എന്തോ വട്ടുപിടിച്ച പോലെ ഇരിക്കുന്നു. ശരീരം മെലിഞ്ഞു വരുന്നു. നിന്റെ ഈ ഭ്രമം പോയി ശരീരം എന്നാണ് നന്നാവുക എന്ന് ചോദിക്കാൻ തന്നെ. ചേച്ചി, താങ്കൾക്ക് വളരെ പുണ്യം കിട്ടട്ടെ. എൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല. എന്നെ പറ്റി ചോദിക്കാൻ പോകണ്ട, നമുക്ക് തിരിച്ചു പോകാം. ഇല്ലടി പെണ്ണേ, ഇല്ല. നിന്നെ പറ്റി ചോദിക്കാനല്ല, എന്നെ പറ്റി ചോദിക്കാനാണ് പോകുന്നത്. താങ്കളെ പറ്റി എന്തു ചോദിച്ചറിയാനാണ് പോകുന്നത്? കണിയാനോട് ചോദിച്ച് എന്താണ് അറിയാൻ പോകുന്നത്? എന്റെ കല്യാണം നടക്കുമോ, അതോ അവസാനം വരെ ഇങ്ങനെ കന്നിപ്പെണ്ണായിട്ട് ഇരുന്ന് കാലം കഴിക്കുമോ എന്ന് ചോദിക്കാൻ പോകുകയാണ്. ചേച്ചി, ഇത് കണിയാനോട് ചോദിക്കണോ? താങ്കളുടെ ഹൃദയത്തിനോടല്ലേ ചോദിക്കേണ്ടത്? താങ്കൾ തലയാട്ടുകയേ വേണ്ടു. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ 56 രാജ്യത്തെ രാജാക്കന്മാരും മത്സരിച്ചോടി വരില്ലേ? കടലിനപ്പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുപോലും വരുമല്ലോ താങ്കളുടെ കൈപിടിക്കാൻ. ഏതു വീര രാജകുമാരനാണ് ഭാഗ്യം ചെയ്തത് എന്ന് താങ്കളല്ലേ തീരുമാനിക്കേണ്ടത്. വാനതി, നീ പറയുന്നതെല്ലാം സത്യം എന്ന് വച്ചാലും അതിനൊരു തടസ്സമുണ്ട്. ഏതു രാജ്യത്തെ രാജകുമാരനായിരുന്നാലും കല്യാണം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ആ രാജ്യത്ത് പോകേണ്ടി വരില്ലേ? എനിക്ക് ഈ പൊന്നി നദി പായുന്ന ചോഴനാട്ടിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോവാൻ തീരെ ഇഷ്ടമല്ല. വേറൊരിടത്തേക്കും പോകില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുണ്ട്. അത് ഒരു തടസ്സമല്ല. താങ്കളെ കല്യാണം കഴിക്കുന്ന ഏത് രാജകുമാരനും താങ്കളുടെ കാലിൽ വീണു കിടക്കുന്ന അടിമയാകും. ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. ആഹാ, എലിയെ പിടിച്ച് മടിയിൽ വെച്ചതുപോലെ വേറെ രാജ്യത്തെ രാജകുമാരനെ നമ്മുടെ നാട്ടിൽ നിർത്താമെന്നാണോ പറയുന്നത്? അതിനാൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമോ? എന്തായാലും പെണ്ണായി പിറന്നാൽ ഒരു നാൾ കല്യാണം കഴിച്ചല്ലേ തീരൂ. അങ്ങനെ ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ലടി വാനതി. അവയാരെ നോക്കൂ, അവൾ കന്യകയായി കവീശ്വരിയായി വളരെ കാലം ജീവിച്ചില്ലേ? ഔവ്വയാർ ഇളം പ്രായത്തിൽ തന്നെ ഈശ്വരവരത്താൽ കിഴവിയായവർ. താങ്കൾ അതുപോലെയല്ലല്ലോ. ശരി, അങ്ങനെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചാൽ ചോഴനാട്ടിലെ അനാഥയായ ഒരു വീരനെ ഞാൻ കല്യാണം കഴിക്കും. അങ്ങനെയുള്ളവന് രാജ്യം ഉണ്ടാവില്ലല്ലോ. എന്നെ കൂട്ടിക്കൊണ്ട് വേറൊരു രാജ്യത്തേക്ക് പോകണമെന്ന് പറയുകയുമില്ല. ഇവിടെ ചോഴനാട്ടിൽ തന്നെ ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ചോഴനാട് വിട്ടു പോകില്ലല്ലോ. ഒരു നാളും പോകില്ല. എന്നെ സ്വർഗലോകത്തെ റാണിയാക്കാമെന്ന് പറഞ്ഞാലും പോകില്ല. ഇന്നാണ് എന്റെ മനസ്സ് തൃപ്തി അടഞ്ഞത്. അതെന്താടി? നിങ്ങൾ വേറെ നാട്ടിൽ പോയാൽ ഞാനും നിങ്ങളോടുകൂടി വന്നേ തീരൂ. നിങ്ങളെ വിട്ടുപിരിയാൻ എന്നാൽ സാധിക്കില്ല. അതേസമയം ഈ പ്രബല ചോഴനാടിനെ പിരിയാനും എനിക്ക് മനസ്സില്ല.
കല്യാണം കഴിഞ്ഞാൽ പിരിയേണ്ടി വരില്ലേ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ചേച്ചി. എടി, നീ എനിക്ക് തന്ന ഉപദേശമെല്ലാം എവിടെ പോയി? താങ്കളെ പോലെ ഞാനും. എടി കള്ളി, എനിക്കെല്ലാം അറിയാം. നീ എന്റെ കണ്ണിൽ മണ്ണിടാമെന്ന് കരുതുകയാണോ? നിനക്ക് ചോഴനാടിന്റെ മീതെ അഭിമാനമൊന്നുമില്ല. നീ ആശിക്കുന്ന ചോഴനാട വാളും വെയിലും താങ്ങി ലങ്കയിലേക്ക് യുദ്ധം ചെയ്യാനല്ലേ പോയിരിക്കുന്നത്. നിന്റെ അന്തരംഗം എനിക്ക് അറിയില്ലെന്നാണോ വിചാരം? ചേച്ചി, ഞാൻ അത്ര മണ്ടിയാണോ? സൂര്യൻ എവിടെ? പുലരിയിലെ മഞ്ഞുതുള്ളി എവിടെ? മഞ്ഞുതുള്ളിക്ക് സൂര്യനോട് ചങ്ങാത്തം കൂടാൻ ഒക്കുമോ? മഞ്ഞുതുള്ളി ചെറുതാണ്, സൂര്യൻ വലുതും പ്രകാശമുള്ളതും. എന്നാലും മഞ്ഞുതുള്ളി അങ്ങനെയുള്ള സൂര്യനെ തന്റെ ഉള്ളിൽ തടവിലാക്കുന്നില്ലേ? വാനതി ആവേശവും ആരാധനയും നിറഞ്ഞ സ്വരത്തിൽ. അങ്ങനെയാണോ പറയുന്നത്? മഞ്ഞുതുള്ളിക്ക് കൂടി സൂര്യനെ പ്രാപിക്കാമെന്നാണോ പറയുന്നത്? പിന്നെ പെട്ടെന്ന് മനസ്സ് വാടി. മഞ്ഞുതുള്ളി ആശിക്കുന്നു സൂര്യനെ തടവിലിട്ട്. എന്നിട്ട് ഫലം വല്ലതുമുണ്ടോ? കുറച്ചു കഴിയുമ്പോൾ ശരിക്കുമുള്ള ശിക്ഷ അതിന് കിട്ടുന്നു. വെയിലിൽ വറ്റി വരണ്ട് ഇരുന്ന ഇടം അറിയാതെ പോകുന്നു. തെറ്റ് വാനതി. അതിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ സൂര്യൻ മഞ്ഞുതുള്ളിയുമായി കൂടിച്ചേരുന്നു. തന്റെ കാമുകി വേറൊരു പുരുഷന്റെ കണ്ണിൽപ്പെടാൻ പാടില്ല എന്നാണ് അവന്റെ വിചാരം. രാത്രി വരുമ്പോൾ അതിനെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. മറഞ്ഞുപോയ മഞ്ഞുതുള്ളി പിന്നെയും പ്രത്യക്ഷപ്പെടുന്നില്ലേ? ചേച്ചി, ഇതെല്ലാം എന്നെ സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയേ. ഇത്ര നാളും ഇല്ലേ ഇല്ല എന്ന് സ്ഥാപിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കുടന്തക്കണിയാന്റെ അടുത്തേക്ക് പോകുന്നത്. എന്റെ മനസ്സിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ കണിയാന്റെ അടുത്ത് പോയിട്ട് എന്തു ഫലം എന്ന് ചോദിച്ച് വാനതി ദീർഘനിശ്വാസം വിട്ടു. കുടന്തക്കണിയാന്റെ വീട് ആ നഗരിയുടെ ഒരു മൂലയിൽ കാളീക്ഷേത്രത്തിന്റെ അരികിൽ ഒരു വിജനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. കുടന്ത നഗരത്തിൽ പോകാതെ ആ നഗരത്തെ ചുറ്റിവളഞ്ഞ രഥം ആ വീടിന് മുന്നിൽ വന്നു നിന്നു. രഥസാരഥി എവിടെയും തട്ടിത്തടയാതെ ലക്ഷ്യസ്ഥാനത്ത് എളുപ്പത്തിൽ വന്നു ചേർന്നുകൊണ്ട് അതിനു മുമ്പ് പലതവണ അവൻ അവിടെ വന്നിട്ടുണ്ടെന്ന് കരുതാം. വീട്ടുവാതിക്കൽ കണിയാനും അദ്ദേഹത്തിന് ശിഷ്യനൊരാളും തയ്യാറായി കാത്തുനിന്നു. കണിയാൻ വളരെ ഭക്തി മര്യാദയോടുകൂടി വന്നവരെ വരവേറ്റ് ഉപചരിച്ചു. തമ്പുരാട്ടി, കലമകളും തിരുമകളും ഒന്നിച്ച് വന്നിട്ടുണ്ടല്ലോ. വന്നാലും വരൂ വരൂ, ഈ ഏഴ ചെയ്ത ഭാഗ്യം വീണ്ടും ഈ കുഴി തേടി വന്നു. ജോത്സ്യരെ, ഇപ്പോൾ വേറെ ആരും നിന്നെ തേടി വരാറില്ല അല്ലേ? വരില്ലതായേ, ഇപ്പോൾ എന്നെ തേടി ആരും അധികം വരാറില്ല. ലോകത്ത് കഷ്ടങ്ങൾ അധികമായാലേ ആളുകൾ കണിയാനെ തേടി വരികയുള്ളൂ. ഇപ്പോൾ അങ്ങയുടെ അച്ഛൻ തിരുമേനി സുന്ദരചോഴ വാഴ്ചയിൽ ജനങ്ങൾക്ക് കഷ്ടമേയില്ല. എല്ലാവരും സൗഖ്യമായി സകല സമ്പത്തുകളെയും സമ്പാദിച്ച് സന്തോഷമായി കഴിയുന്നു. എന്നെ അന്വേഷിച്ച് എന്തിനു വരണം? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തോ കഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളെ തേടി വന്നത് എന്നാണോ പറയുന്നത്? ഇല്ല തമ്പുരാട്ടി, ഇല്ലേ ഇല്ല. നവനിധിയും ചൊരിയുന്ന പഴയാർമന്നൻ്റെ കുമാരിക്ക് കഷ്ടമുണ്ടെന്ന് ഏത് കുരുടൻ പറയും? ലോകത്തിൽ ജനങ്ങൾക്ക് കഷ്ടമേ ഇല്ലാതെ പോയതുകൊണ്ടാണ് ഈ ദരിദ്ര കണിയാൻ മാത്രം കഷ്ടം വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇവനെ മാത്രം ആർക്കും വേണ്ട. അതിനാൽ ഈ ഏഴയുടെ കഷ്ടത്തെ തീർക്കാൻ ജഗദമ്പിയെപ്പോലെ തമ്പുരാട്ടി വന്നിരിക്കുകയാണ്. അമ്മേ, ഈ കുടിയിലേക്ക് എഴുന്നള്ളി അനുഗ്രഹിച്ചാലും ഈ ബാധിക്കൽ താങ്കളെ നിർത്തുന്നത് ഞാൻ ചെയ്യുന്ന അപരാധം എന്ന് കണിയാൻ ചമത്കാരമായി പറഞ്ഞു. രഥസാരഥിയെ നോക്കി കുന്തവ രഥത്തെ അമ്പലത്തിൻ്റെ സമീപം കൊണ്ടുപോയി ആൽമരത്തിൽ തണലിൽ നിർത്ത് എന്ന് പറഞ്ഞു. കണിയാൻ തൻ്റെ ശിഷ്യനെ നോക്കി, അപ്പാ, വാതിക്കൽ ജാഗ്രതയായി നിൽക്ക്, തപ്പിത്തെറിഞ്ഞ ആരെങ്കിലും വന്നാൽ അകത്തേക്ക് കടത്തി വിടരുത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. രാജകുമാരിമാരെ വരവേൽക്കാൻ ഭാഗത്തിന് കണിയാൻ്റെ മുറി ഭംഗിപ്പെടുത്തിയിട്ടുണ്ട്. ചുമരിൽ തട്ടിൽ ഭഗവതിയുടെ ചിത്രം അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. ഇരിക്കാൻ 2 പീഠങ്ങളും ഇട്ടിരിക്കുന്നു. കുത്തുവിളക്ക് എരിയുന്നു. അവിടെ അരിപ്പൊടി കോലങ്ങൾ ഇട്ടിരുന്നു. രാശിചക്രം വരച്ച പലകളും ഓലച്ചുരുളുകളും ചിതറിക്കിടന്നിരുന്നു. പെൺമണികൾ ഇരുവരും പീഠങ്ങളിൽ ഇരുന്നപ്പോൾ ജ്യോത്സ്യരും ഇരുന്നു. ഭഗവതി, വന്ന കാര്യം എന്താണെന്ന് പറയാൻ കനിയണം. ജോത്സ്യരെ, അതും നിങ്ങൾ ജ്യോതിശാസ്ത്രപ്പടി നോക്കി പറഞ്ഞൂടെ? ശരി, അങ്ങനെയാട്ടെ എന്ന് പറഞ്ഞ് കണിയാൻ കണ്ണും മൂടി കുറച്ചുനേരം എന്തോ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. പിന്നെ കണ്ണു തുറന്നു നോക്കി, തമ്പുരാട്ടി, ഈ കന്നിപ്പെണ്ണിൻ്റെ ജാതകത്തെപ്പറ്റി അറിയാനാണ് ഇന്ന് പ്രധാനമായി വന്നിരിക്കുന്നത് എന്ന് ദേവി പരാശക്തി അരുളി ചെയ്യുന്നു. ശരിയാണോ? ആഹാ, ആശ്ചര്യം! നിങ്ങളുടെ ശക്തി എന്താ പറയുക? അതെ ജോത്സ്യരെ, ഈ പെണ്ണിനെ പറ്റി അറിയാൻ തന്നെയാണ് വന്നത്. 1 കൊല്ലം മുമ്പ് ഇവൾ പഴയാർ അരമനയിലേക്ക് വന്നു. വന്ന 8 മാസക്കാലം വളരെ കൗതുകരമായിരുന്നു. 4 മാസമായി ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അടിക്കടി ഉദാസീനയാകുന്നു. കിറുക്ക് പിടിച്ച പോലെയാണ് ചിലപ്പോൾ. ചിരിയെ മറന്നു. ശരീരത്തിന് രോഗമൊന്നുമില്ല എന്ന് ഇവൾ പറയുന്നു. ഇവളുടെ മാതാപിതാക്കൾ നാളെ വന്നു ചോദിച്ചാൽ എന്തു മറുപടി പറയും എന്നറിയില്ല. പ്രഭുവിന്റെ മകളല്ലേ ഇത്? ഇവരുടെ പേര് വാനതി എന്നല്ലേ? അതെ, നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ.
ഈ രാജകുമാരിയുടെ ജാതകം കൂടി എൻ്റെ കയ്യിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് കണിയൻ അടുത്തിരുന്ന ഒരു പഴയ പെട്ടകം തുറന്ന് അതിൽ പരതാൻ തുടങ്ങി. പിന്നെ അതിൽ നിന്ന് ഒരു ജാതകക്കുറിപ്പ് എടുത്ത് ശ്രദ്ധിച്ചു നോക്കി.